നോക്കട്ടെ. ഹലോ. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ബേക്കൽ ബീച്ച് പാർക്ക് വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട്. EV കാർ ചാർജിംഗ് ഫെസിലിറ്റിയും ഇവിടെയുണ്ട്. എൻട്രൻസ് ഫീ ഒരാൾക്ക് ഏകദേശം 30 രൂപയോട് അടുപ്പിച്ചാണ് വരുന്നത്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര എന്ന വില്ലേജിലാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ പൊതുവെ പള്ളിക്കര ബീച്ച് എന്നും വിളിക്കുന്നു. ബേക്കൽ ടൂറിസം പ്രൊജക്റ്റിൻ്റെ ഭാഗമായി മികച്ച രീതിയിൽ പാർക്കും നടപ്പാതകളും ഒരുക്കി വികസിപ്പിച്ചെടുത്ത ബീച്ചാണിത്. ബീച്ചിലേക്കുള്ള പ്രവേശന സമയം രാവിലെ 8 മണി മുതൽ രാത്രി ഒരു 11 മണി വരെ ഇവിടെ ഓപ്പണിംഗ് ആണ്. ബീച്ചിലെ പാർക്ക് സാധാരണ ദിവസങ്ങളിൽ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയും ഞായറാഴ്ചകളിൽ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയുമാണ്. പള്ളിക്കര ബീച്ചിനെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായി ഔദ്യോഗികമായി വികസിപ്പിച്ചു തുടങ്ങിയത് 1995 BRDC രൂപീകരിച്ച ശേഷമാണ്. BRDC എന്ന് വെച്ചാൽ ബേക്കൽ റിസോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. പള്ളിക്കര ബീച്ച് ഒരു പ്രകൃതിദത്ത കടൽ തീരമായതിനാൽ അതിന് പ്രത്യേകമായി ഒരു നിർമ്മാണ തീയതിയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പ്രകൃതിദത്തമായി ഭൂമിശാസ്ത്രപരമായി നിലനിൽക്കുന്ന ഒന്നാണിത്. ആ ദൂരെ കാണുന്നത് ബേക്കൽ കോട്ടയാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ മനോഹരവും ശാന്തവുമായ ഒരു കടൽ തീരമാണ് പള്ളിക്കര ബീച്ച്. ചരിത്രപ്രസിദ്ധമായ ബേക്കൽ കോട്ടയ്ക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ബീച്ച് വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കാനും സൂര്യാസ്തമയം കാണാനും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. കുടുംബത്തോടും കൂട്ടുകാരോടൊപ്പവും സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ പള്ളിക്കര ബീച്ച്. ഞാൻ ബേക്കൽ കോട്ടയുടെ ഒരു വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണുക. കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന മനോഹരമായ കടൽ തീരം ഈ കാണുന്ന കടൽ തീരമാണ്. ഈ ബീച്ചിലേക്ക് ഒരു 3:30-4 മണി ആ ടൈമിൽ വരുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. അന്നേരം ഇവിടെയുള്ള പാർക്കും പല റൈഡുകളും ഫുഡ് കോർട്ടുകളും എല്ലാം ആക്റ്റീവ് ആവുന്നത് ആ ടൈമിലാണ്. ബീച്ചിനോട് ചേർന്നുള്ള ബേക്കൽ കോട്ട 17-ാം നൂറ്റാണ്ടിലാണ്, ഏകദേശം 1650 ഇക്കേരി ശിവപ്പ നായക്കാണ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി ഈ തീരം ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒന്നാണ്. ഞങ്ങളൊരു വെഡ്ഡിംഗ് റിസപ്ഷൻ കഴിഞ്ഞ് ഒരു 3 മണിയായപ്പോഴാണ് ബീച്ചിലെത്തിയത്. അതിനാൽ ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. പല റൈഡുകളും ഫുഡ് കോർട്ടുകളും ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോൾ കുതിരയെയും ഒട്ടകത്തെയും ഈ ഭാഗത്തായി കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് വന്നപ്പോൾ അതിനെ കാണാൻ സാധിച്ചില്ല, അതവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്ക് 2 പേർക്കും വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള കടയിലേക്ക് പോവുകയാണ്. കടയുടെ തൊട്ടടുത്തായി തന്നെ കിഡ്സ് പാർക്ക് ഉണ്ടായിരുന്നു. അത് കാരണം അനിയൻകുട്ടൻ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ട്രെയിൻ വരുന്നതും പോകുന്നതും കാണാൻ സാധിക്കും. കാരണം തൊട്ടടുത്ത് ബേക്കൽ ഫോർട്ടിൻ്റെ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ബേക്കൽ ഫോർട്ടിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ ലോക്കൽ ട്രെയിൻസ് മാത്രമേ നിർത്താറുള്ളൂ. ആയതിനാൽ ദൂരെ നിന്നും വരുന്നവർ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. നിങ്ങൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നതെങ്കിൽ ഏകദേശം 16-17 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. അതല്ല കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നതെങ്കിൽ ഏകദേശം 12-13 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ലേ. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും വേണം കേട്ടോ.
ഞങ്ങൾ വന്നത് കുറച്ച് നേരത്തെ ആയിപ്പോയി. അത് കാരണം ഇവിടെ പല റൈഡുകളും ആക്റ്റീവ് ആയി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലത്ത് ഫുഡ് ഐറ്റംസ് കുറവായിരുന്നു. അതിനാൽ ഞങ്ങൾ വേറൊരു ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളിവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ നിന്നപ്പോൾ പിള്ളേർ രണ്ടുപേരും അങ്ങോട്ട് ഓടിപ്പോണ കണ്ടു. എന്താ കാര്യം എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് അതൊരു ഗെയിമിംഗ് സോണായിരുന്നു. ഫൺ മാനിയ എന്നാണ് ആ ഗെയിമിംഗ് സോണിൻ്റെ പേര്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു കാർഡ് പർച്ചേസ് ചെയ്തു. ആ കാർഡ് സ്വാപ്പ് ചെയ്ത് നമുക്കിഷ്ടമുള്ള ഗെയിം കളിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പല ഗെയിംസും ഇവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ ചുറ്റും വീഡിയോ എടുക്കുന്ന സമയത്ത് പിള്ളേർ അവിടെ കാർഡ് സ്വാപ്പ് ചെയ്ത് കളി തുടങ്ങി. ഈ കളി കഴിഞ്ഞതിന് ശേഷം അവർ ഓടിച്ചെന്ന് ഇലക്ട്രിക് ബമ്പർ കാറിൽ കയറി. അബിയാണ് ഡ്രൈവർ. അതിനാൽ അനിയൻകുട്ടൻ താടിക്ക് കയ്യും വെച്ചിരിപ്പാണ്. ഈ റൈഡിൽ ചെറിയ കുട്ടികളെ മാത്രമേ കയറ്റുള്ളൂ. അതിനാൽ അബിക്ക് അതിൻ്റെ അകത്ത് കയറാൻ സാധിച്ചില്ല. അനിയൻകുട്ടൻ ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പായി കളിയാണ് കേട്ടോ. ഞങ്ങൾക്കെല്ലാം വിശക്കുന്നുണ്ടായിരുന്നു. ഇവനൊന്ന് പുറത്ത് വന്നാലല്ലേ നമുക്ക് വല്ലതും കഴിക്കാൻ പറ്റുള്ളൂ. അതിനാൽ ഒരുപാട് തവണ വിളിച്ചതിന് ശേഷമാണ് അവനൊന്ന് പുറത്തേക്ക് വന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ഫുഡ് കഴിക്കാനായി ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഓട്ടോറിക്ഷ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടത്. അനിയൻകുട്ടൻ ഓടി അതിൻ്റെ അകത്ത് കയറി. മഴ കൊണ്ട് അതിനകം നനഞ്ഞിരിക്കുന്നതിനാൽ അനിയൻകുട്ടൻ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. നല്ല മഴക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ ബേക്കൽ ഫെസ്റ്റിൻ്റെ ടൈമിലാണ് ഇവിടെ വരുന്നതെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. ബേക്കൽ ഫെസ്റ്റ് സാധാരണയായി ഡിസംബർ മാസങ്ങളിലാണ് നടത്താറുള്ളത്. ഇവിടെ ഒരു കുഞ്ഞ് കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൽ ഒരു കാർട്ടൂൺ ക്യാരക്ടറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ നിന്നും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെയൊക്കെ നല്ല വൃത്തിയായി തന്നെയാണ് കേട്ടോ പരിപാലിച്ച് പോരുന്നത്. നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാനുള്ള നല്ല മികച്ച സ്പോട്ടുകൾ ഇവിടെ തന്നെയുണ്ട്. മുന്നേ ഈ ഭാഗത്തായി ഒരു ഡൈനോസോറിൻ്റെ സ്റ്റാച്യു ആയിരുന്നു. ഇപ്പോൾ അതെടുത്ത് മാറ്റി ഒരു ഫൗണ്ടനാന്ന് തോന്നുന്നു അതവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അനിയൻകുട്ടൻ അതിൽ ഫിഷ് ഉണ്ടോ എന്നാണ് നോക്കുന്നത് കേട്ടോ. ഇത് നല്ല രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. കാസർഗോഡുകാരുടെ ഒരു മെയിൻ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ പള്ളിക്കര ബീച്ച്. ഞാൻ തന്നെ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര കണ്ടാലും മതിവരാത്തൊരു സ്ഥലമാണിത്. ഇവിടെയെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ സന്ദർശകർക്കും വലിയൊരു പങ്കുണ്ട് കേട്ടോ. നല്ലൊരു മഴ വരാൻ ചാൻസ് ഉണ്ട്. അതിനാൽ പെട്ടെന്ന് വീഡിയോസ് എടുത്ത് പോവാൻ ഞങ്ങൾ തീരുമാനിച്ചു. പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ പെറ്റ്സിൻ്റെ ഒരു അത്ഭുത ലോകം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 100 രൂപ വെച്ചാണ് ടിക്കറ്റ് നിരക്ക്. ഇത്രയും നേരം കടൽ തീരത്ത് നടന്ന് പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലൊരു ഫീലാണ്. ഇവിടെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പെറ്റ്സിനെയും കാണാൻ സാധിക്കും. പല ടൈപ്പ് ബേഡ്സ്, കാറ്റ്സ്, ഡോഗ്സ്, ഗോട്ട്, അങ്ങനെ പല പെറ്റ്സിനെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞങ്ങളിവിടെ പാമ്പിനെ നോക്കിയിരുന്നപ്പോൾ അവിടെ ഒരാൾ ഹലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ വരുന്നവരൊക്കെ പാമ്പിനെ കഴുത്തിലൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും അത് ട്രൈ ചെയ്തു. ഈ കാണുന്നത് ഹെഡ്ജോഗാണ് കേട്ടോ. കുഞ്ഞൻ എലികളെയും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
ഈ പാമ്പിൻ്റെ നോട്ടം അത്ര ശരിയല്ലായിരുന്നു കേട്ടോ. എൻ്റെ കഴുത്തിന് നേരെയാണത് നോക്കിക്കൊണ്ടിരിക്കണം. അത് കഴുത്തിന് നേരെ വന്നപ്പോഴേക്കും ഞാൻ പതിയെ പിടിച്ച് മാറ്റി. ഇവിടെ പല ടൈപ്പ് കാറ്റ്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ കാറ്റ്സിൻ്റെ പേരുകളും അതിൻ്റെ എവിടെയാണത് ഒറിജിൻ ചെയ്തേക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ കൂടിൻ്റെ മേളിൽ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴ പെയ്തു. അത് കാരണം ഞങ്ങൾ അടുത്തുള്ള ഒരു അക്വേറിയത്തിൽ കയറി. ഇവിടെ നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള അലങ്കാര മത്സ്യങ്ങളെ കാണാൻ സാധിക്കും. ഇത് ജൈൻ്റ് ഗൗരാമി എന്ന് പറയപ്പെടുന്ന ഫിഷാണ്. മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അനിയൻകുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ഫിഷിനെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ജാപ്പനീസ് കോയ് ഫിഷാണ്. ഇവിടെയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു നടപ്പാലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ നടപ്പാലത്തിൻ്റെ മേളിൽ നിന്നും നോക്കിയാൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. ഇതിലിപ്പോൾ നൂല് പോലെയാണ് വെള്ളം വരുന്നത്. ഇതിനു മുന്നേ ഞാൻ വന്നപ്പോൾ നല്ല വെള്ളച്ചാട്ടം കണ്ടിരുന്നു. ഇവിടെയൊക്കെ ബേഡ്സിൻ്റെ പേരും അത് ഒറിജിൻ ചെയ്ത സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും ഈ കൂടിൻ്റെ മേളിൽ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു കാശ്മീരി കോട്ടാണെന്ന് തോന്നുന്നു. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഒരു വൈറ്റ് കോട്ടും ഒരു ബ്ലാക്ക് കോട്ടും ഉണ്ട്. പിന്നെ 2 ചെമ്മരിയാടുണ്ട്. പിന്നെ ഒരുപാട് റാബിറ്റ്സ് ഇവിടെയുണ്ട്. അത് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഡോഗ്സിനെയും ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എമുവിൻ്റെ അടുത്തേക്കാണ്. എമു എൻ്റെ ക്യാമറയിൽ നോക്കി നിൽപ്പായിരുന്നു. അതെന്തോ ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം അതിനെ നോക്കി എന്നതിന് ശേഷം ഞങ്ങൾ ഡക്കിൻ്റെ അടുത്തേക്ക് പോയി. ബേക്കൽ റിസോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പ്രദേശത്തെ വിനോദസഞ്ചാരം കൂടുതൽ ആകർഷകമാക്കുന്നതിൻ്റെ ഭാഗമായി ബേക്കൽ ബീച്ച് പാർക്ക് നവീകരിച്ചപ്പോഴാണ് ഈ പെറ്റ് ഫോറസ്റ്റ് ആരംഭിച്ചത്. അവിടെ ഒരു മുട്ടത്തോടിൻ്റെ ആകൃതിയിലുള്ളൊരു സംഭവം കണ്ടോ? ഇതിൻ്റെ ഉള്ളിലിരുന്ന് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ അവിടെ മഴ നനഞ്ഞ് ചളി പോലെ ആയതിനാൽ ഫോട്ടോസ് തൽക്കാലം എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴാണ് കേട്ടോ കടകളൊക്കെ ഓപ്പൺ ആയത്. ഞങ്ങൾ വന്ന സമയത്ത് ഇതൊക്കെ അടച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴിതൊക്കെ ഓപ്പണായി. ആൾക്കാരൊക്കെ കൂടുതലായി വന്നു തുടങ്ങി. അനിയൻകുട്ടന് ഒരു ചെറിയൊരു ടോയ് പാമ്പും അബിക്ക് ഒരു ബോളും വാങ്ങിയതിന് ശേഷം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ബീച്ചും കൂടിയുണ്ട്. അതിൻ്റെ കാഴ്ചകളുമായി വീണ്ടും വരാം. അതുവരെ ബൈ.